ശരിക്കും ജ്യോതിഷപരമായിട്ട് രാഹുൽ ഗാന്ധിയാണോ നരേന്ദ്രമോദി? ജ്യോതിഷപരമായിട്ട് ഞാൻ ഈ രാഹുൽ ഗാന്ധിയുടെ ജാതക വിശകലനം നടത്തിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം മൂല നക്ഷത്രത്തിലാണ് ജനിച്ചേക്കുന്നത്. ഒന്നാമത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയം മോശവും, ശത്രുക്കൾ കുറച്ച് കൂടും. അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവർ തന്നെ ചിലപ്പോൾ അദ്ദേഹത്തിനെ പ്രയാസപ്പെടുത്തും. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഇപ്പം അതായത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രി ആവാനുള്ള യോഗം അദ്ദേഹത്തിനൊരു 2035 വരെ ഇല്ല. 35 വരെ ഇല്ല. അത് ഞാൻ ആൾറെഡി പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ ജാതകം പരിശോധിച്ചിട്ട് ഡേറ്റ കിട്ടിയത് വെച്ച് യൂട്യൂബിലൂടെ എല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി യോഗം കുറവാണ്. അതാണ് അദ്ദേഹം മൂല നക്ഷത്രത്തിലാണ് ജനിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഭരണം നടത്തുക എന്നുള്ള, അതായത് മെയിനായിട്ട് നിന്നുകൊണ്ട് ഭരണം നടത്തുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജാതകവശാലില്ല. ജാതകവശാൽ അദ്ദേഹത്തിന് വിവാഹ യോഗമുണ്ടോ? ജാതകവശാൽ അദ്ദേഹത്തിന് കല്യാണം കഴിഞ്ഞിരുന്നെങ്കിൽ 2 വിവാഹത്തിന് യോഗം ഉണ്ടായിരുന്നു. അതാണ് അതിനകത്തുള്ള കാര്യം. അയാൾ കല്യാണം കഴിഞ്ഞെങ്കിലും 2 വിവാഹത്തിനാണ് യോഗം. പിന്നെ അദ്ദേഹം ഹനുമാന്റെ നക്ഷത്രത്തിൽ ജനിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് വിവാഹം ചിലപ്പോൾ നടക്കും, നടക്കില്ല. ജാതകവശാൽ അങ്ങനെ ഉണ്ടെങ്കിലും ചില യോഗങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നടക്കും, ചിലത് മരിച്ചതിന് ശേഷമായിരിക്കും ആ യോഗം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ വിവാഹ 7ാം ഭാവം നമ്മൾ പരിശോധിക്കുമ്പോൾ വിവാഹ ജീവിതം പരാജയമായിട്ടാണ് കാണുന്നത്. ദാമ്പത്യ ജീവിതം പരാജയം എന്നുള്ള രീതിയിലാണ്. ഇനി അദ്ദേഹം വിവാഹം കഴിച്ചാലും ചിലപ്പോൾ ആ വിവാഹം നിലനിൽക്കില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരി രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം? അദ്ദേഹത്തിൻ്റെ സഹോദരിക്ക് രാഷ്ട്രീയത്തിലേക്ക് ഒരു ഭാവിയുണ്ട്. പക്ഷേ ഇവരുടെ ഈ കോൺഗ്രസിൻ്റെ ഈ നമ്മുടെ എന്താ പറയുക, ഈ നരേന്ദ്രമോദി ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ജനങ്ങളുടെ ഇടയിൽ. ഇപ്പം ഞാൻ നോർത്ത് ഇന്ത്യയിൽ ലോകം മൊത്തം സഞ്ചരിക്കും. ഞാൻ റിലയൻസിൻ്റെ എഞ്ചിനീയർ ആയിരുന്നു. 95 മുതൽ 2000 വരെ റിലയൻസിൻ്റെ എഞ്ചിനീയർ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇന്ത്യ മൊത്തം അറിയാം ഇവരുടെ സ്വഭാവ രീതി എങ്ങനെയാണ്. ഇപ്പോൾ മഹാരാഷ്ട്രയുടെ സ്വഭാവം എങ്ങനെ, ഗുജറാത്തിൻ്റെ സ്വഭാവം എങ്ങനെ, മധ്യപ്രദേശിൻ്റെ സ്വഭാവം എങ്ങനെ. ഒരു 75-25 പേരുടെ ഒരു ഷിഫ്റ്റ് എഞ്ചിനീയർ ആയിരുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കറിയാം ഇവിടെ മനസ്സെങ്ങനെയാണെന്ന്. ഇപ്പം മധ്യപ്രദേശിൽ പറയുന്നത് പോലെ കാര്യം ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല. 2 മനുഷ്യരും തമ്മിൽ വ്യത്യാസമാണ്, അതിൻ്റെ രീതി വ്യത്യാസമാണ്. ഇപ്പം മധ്യപ്രദേശിലൊക്കെ നമ്മൾ പറഞ്ഞാൽ അവർ ആ ഒരു രീതി, അവിടെ ഹിന്ദുത്വം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. മനസ്സിലായി? രാഹുൽ ഗാന്ധിക്കോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്കോ നോർത്തിൽ എവിടെങ്കിലും ഒരു സ്ഥലത്ത് മത്സരിച്ച് ജയിക്കുന്ന കാര്യമല്ല. ഇവരെ സംബന്ധിച്ചോളം ഇങ്ങനെ കുറച്ച് പ്രോബ്ലങ്ങളുണ്ട്. അതായത് ഈ ഗ്രഹനിലയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇവർക്ക് രാഷ്ട്രീയപരമായിട്ട് ഉയരാനുള്ളതിൽ കുറച്ച് പ്രോബ്ലങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് അവർ മത്സരിച്ചാൽ ജയിക്കുമെന്ന് ചോദിച്ചാൽ നോർത്ത് ഇന്ത്യയിൽ അവർ മത്സരിച്ചാൽ പലയിടത്തും പരാജയപ്പെടും. അങ്ങനെ ഒരു ബേസ് BJP ഉണ്ടാക്കിയിരിക്കുകയാണ്. അല്ല, ഞാൻ അങ്ങനത്തെ ഒരു കാര്യം കൂടെ ചോദിക്കാം. എന്തായാലും BJPക്ക് ഇപ്പം NDAക്ക് എതിർകക്ഷി എന്ന് പറയുന്നത് ഇപ്പം ഇന്ത്യ മുന്നണിയാണ്. ഇന്ത്യ മുന്നണിയിൽ ഒരുപാട് കക്ഷികൾ ചേർന്നാണ് ഇന്ത്യ മുന്നണി. അതിന് നേതൃത്വം നൽകുന്നത് ആരാണെന്ന് പോലും അവർക്ക് ഇന്നും അവർ തീരുമാനിച്ചിട്ടില്ല. ഈ ഇന്ത്യ മുന്നണിയുടെ ഒരു ഭാവി എന്ന് പറഞ്ഞാൽ എല്ലാ പേരും മറ്റേ കുരങ്ങൻ്റെ കണ്ണ് എനിക്ക് പ്രധാനമന്ത്രിയാവണം അങ്ങനെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഇതുപോലെ കാരാഗ്രഹവാസം ഉണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഇത് ഞാൻ പരിശോധിക്കുമ്പം കണ്ടു. അതായത് നമ്മുടെ ലഗ്നത്തിൽ നിന്ന് 11ലും 12ലും അടുത്തടുത്ത് 2 ഗ്രഹങ്ങൾ, അങ്ങനെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അപ്പോൾ അത് ഒരാൾ ഇതേപോലെ എനിക്ക് ഒരുപാട് പേര് എൻ്റെ അടുത്ത് സംശയം ചോദിക്കും. അപ്പോൾ അതിൽ ഒരു സ്ഥലത്ത് വരുമ്പോൾ കേതുവേ ഉള്ളൂ, ഒരു ഗ്രഹമേ ഉള്ളൂ, കേതു മാത്രമേ ഉള്ളൂ. അപ്പം ഞാനത് നോർത്ത് ഇന്ത്യയിലല്ല കേരളത്തിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ അവിടെ ഗുളിയനുണ്ട്, നോർത്ത് ഇന്ത്യയിൽ ഗുളിയനില്ല. അതപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് പറഞ്ഞു അരവിന്ദ് കെജ്രിവാളിന് കാരാഗ്രഹം അനുഭവിക്കേണ്ടി വരും എന്ന് ഉറപ്പിച്ച് പറഞ്ഞു. മറ്റുള്ളവർക്കൊക്കെ സംശയമായിരുന്നു. നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമ്മളത് റിസർച്ച് ചെയ്യുന്നതാണ്. എല്ലാ ആംഗിളും 18 ആംഗിൾ പരിശോധിച്ചുകൊണ്ടാണ് ജ്യോതിഷം പറയുന്നത്. എല്ലാവരും ഒരു ആംഗിൾ നോക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇന്ത്യ മുന്നണിയുടെ ഭാവി എന്ന് പറയുമ്പോൾ ഇലക്ഷൻ കഴിയുന്നതോടെ ഒരു പ്രോബ്ലത്തിലാവും, തീരുമാനമാവും ഏകദേശം. അത്രേ ഉള്ളൂ.